അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, ഗ്രൂപ്പിലെ അംഗങ്ങളെ, ഒരു പരിശുദ്ധമായ റജബ് 27 കൂടെ നമ്മിലേക്ക് കടന്നു വരികയാണ്. നാളെ ബുധനാഴ്ച അസ്തമിച്ചു വ്യാഴാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുന്നതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വളരെ പ്രധാനമായ 2 സംഭവങ്ങൾ, ഇസ്രാ മിഅ്റാജ് നടന്നതിന്റെ അനുസ്മരണമുള്ള റജബ് 27 രാവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് എന്ന 2 സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള 2 സംഭവങ്ങളാണ്. ഭാര്യയുടെയും പിതൃവനായിരുന്ന അബൂ താലിബിന്റെയും തണൽ നഷ്ടപ്പെട്ട സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമാശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചത് ഈ രാവിലായിരുന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റി പുണ്യനബിയെ കൊണ്ടുപോയി. ഇതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നേരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞ ചരിത്ര സത്യമാണിത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയുടെ അല്പസമയം കൊണ്ട് തന്റെ അടിമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തിയവൻ എത്ര പരിശുദ്ധനാണ് എന്ന ഖുർആനിന്റെ ആയത്ത് ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിളിച്ചുകൊണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായിൽ വിശ്വസിക്കൽ ഓരോ മുഅ്മിനിന്റെയും നിർബന്ധ ബാധ്യതയാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ രാപ്രയാണത്തിൽ സംശയിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ സംഭവമായതുകൊണ്ട്. മിഅ്റാജ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശത്തിനപ്പുറവും കടന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയി പടച്ച റബ്ബിനെ കണ്ട് തിരിച്ചു വന്ന ആ സംഭവത്തിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. നേരെ അല്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. മാ സാഗൽ ബസറു വമാ തഗ ലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഈ സത്യത്തിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ട് മിഅ്റാജ് ആരെങ്കിലും നിഷേധിച്ചാൽ, ആകാശാരോഹണം ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ ഫാസിഖാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 2 സംഭവം മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതവും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ യാത്ര അല്ലാഹു ചെയ്യിപ്പിച്ചത് ലിനുരിയഹു മിൻ ആയാതിന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് കടന്നു വരാനിരിക്കുന്ന ഒരുപാട് ഭയാനകരമായ രംഗങ്ങളും ശിക്ഷകളും സന്തോഷ വാർത്തകളെ കുറിച്ചൊക്കെയുള്ള അറിയിപ്പുകളും സംഭവങ്ങളും നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ മുഅ്മിനീങ്ങളായ നമ്മൾ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഗഹനമായി പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ഇസ്ലാമികമായി ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണം. ഇസ്രാ മിഅ്റാജിന്റെ ഈ പുണ്യ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനുഷ്യകുലത്തിൽ ആർക്കുമില്ലാത്ത വലിയ അനുഗ്രഹം അല്ലാഹു ചെയ്തു കൊടുത്തത് ഈ രാവിലായിരുന്നു. അല്ലാഹുവിനെ ഭൂമിയിൽ ഒരാളും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹിനെ കണ്ടത്. ആ സൗഭാഗ്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായത് ഈ രാവിലാണ്. റസൂലുള്ളാഹിക്ക് സൗഭാഗ്യമുണ്ടായത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ ആ സൗഭാഗ്യത്തിലും അനുഗ്രഹത്തിലും സന്തോഷിക്കേണ്ടവരാണ്. ഇസ്രാ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്തിന്റെ മേൽ സന്തോഷിച്ചു. മിഅ്റാജിന്റെ പകലിൽ അശുക്റിന് വേണ്ടി നമ്മൾ നോമ്പ് നോൽക്കുന്നതും നല്ലതാണ്. പകൽ നോമ്പ് നോറ്റും
ആരാധനകളിൽ മുഴുകിയും കടന്നു വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി തൗബ ചെയ്തും റമദാനിന് വേണ്ടി ഒരുങ്ങാനുമൊക്കെ ഉള്ള അവസരമാണിത്. എല്ലാ സഹോദരി സഹോദരങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ഞങ്ങൾ പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി 255ഓളം ആളുകൾ ഞങ്ങളുള്ളത് പരിശുദ്ധമായ മക്കയിലാണ്. ഉംറ കർമ്മം നിർവഹിച്ചു. പരിശുദ്ധമായ മേറാജിന്റെ രാത്രി അൽഹംദുലില്ലാഹ് രാവ് ഈ വർഷം പരിശുദ്ധമായ മക്കയിൽ മേറാജിന്റെ രാത്രിയിൽ സന്നിഹിതരാവാൻ തൗഫീഖ് നൽകിയ റബ്ബിനെ സ്തുതിക്കുകയും നിങ്ങളൊക്കെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. കർമ്മങ്ങൾക്ക് അല്ലാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും വളരെ മലീമസമായ ഈ കാലഘട്ടത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകിച്ച് യുവതലമുറയെ മാറ്റിയെടുക്കാനും വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഗ്രൂപ്പിലെ ഇതിന്റെ അടിമണികൾ, അതിന്റെ പ്രവർത്തകർ, സഹായികൾ, അതേപോലെ ഇസ്ലാമിക പ്രബോധന പ്രചാരണ രംഗത്ത് സുത്യർഹമായ സേവനം ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കർമ്മങ്ങൾ ഖബൂൽ ചെയ്യുകയും തക്കായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയും യുവ മനസ്സുകൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് അവരെ അടുപ്പിക്കാനും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഏറ്റവും നല്ല സേവനമാണിത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി നിങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും പരിശുദ്ധമായ റമദാൻ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുകയും ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലെ പകലുകൾ നോമ്പ് നോറ്റ് പരിശുദ്ധ ഖുർആനിലും സൽക്കർമ്മങ്ങളിലും വ്യാപൃതകരാകാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.